ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കൊട്ടും കുരവയും ആരവങ്ങളും ഉയരും മുമ്പേ ചില അഭ്യൂഹങ്ങളൊക്കെ പരന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിക്കൊപ്പം ദക്ഷിണേന്ത്യയിലും മത്സരിക്കുമെന്ന്. ഇപ്പോഴിതാ മോദി തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുമെന്ന റിപ്പോർട്ടുകൾ ട്രെൻഡിങ്ങിലാണ്. തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടുമുണ്ട്. എന്നാൽ രാമനാഥപുരം അല്ല, കന്യാകുമാരിയും കോയമ്പത്തൂരുമാണ് മോദി മത്സരിക്കാൻ പരിഗണിക്കുന്ന മണ്ഡലങ്ങളെന്നും റിപ്പോർട്ടുകളുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ പ്രകടനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP മോദിയെ തമിഴ്നാട്ടിൽ നിർത്തുക. മോദിയുടെ നിലവിലെ മണ്ഡലമായ വാരണാസിയിൽ വീണ്ടും ജനവിധി തേടുന്നതിനൊപ്പം ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരം അടങ്ങുന്ന രാമനാഥപുരത്തുകൂടി മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും BJPക്ക് ഒരുപോലെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഹൈദരാബാദിൽ ചേർന്ന BJP ദക്ഷിണേന്ത്യൻ സംസ്ഥാന അധ്യക്ഷന്മാരുടെ യോഗത്തിലും ഇതേ അഭിപ്രായം ഉയർന്നിരുന്നു. അതേസമയം മുസ്ലിം വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള രാമനാഥപുരത്ത് BJPയുടെ സംഘടനാ സംവിധാനങ്ങൾ തുലോം ദുർബലമാണ്. ഇത് മോദിക്ക് അപകടം ചെയ്യുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഇതോടെയാണ് പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള കന്യാകുമാരിയും കോയമ്പത്തൂരും മോദി മത്സരിക്കാനിടയുള്ള മണ്ഡലങ്ങളിൽ ഇടം പിടിച്ചത്. ദ്രാവിഡ കക്ഷികൾ അരങ്ങുവാഴുന്ന തമിഴ്നാട്ടിൽ കോൺഗ്രസും BJPയും നിർണായകമായ ശക്തിയായ ഏക ലോക്സഭാ മണ്ഡലമാണ് കന്യാകുമാരി. 2014 പൊൻ രാധാകൃഷ്ണനാണ് ഇവിടെ നിന്ന് വിജയിച്ചത്. കന്യാകുമാരി കഴിഞ്ഞാൽ BJPക്ക് ശക്തമായ വേരുള്ള മണ്ഡലം കൂടിയാണ് കോയമ്പത്തൂർ. ദ്രാവിഡ കക്ഷികളുമായി സഖ്യമില്ലാതെ മത്സരിച്ച 2014 BJP ഇവിടെ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. കോയമ്പത്തൂരിൽ കഴിഞ്ഞ തവണ ജയിച്ചത് CPM ആണ്. ഭൂരിപക്ഷം 1,79,143 വോട്ടുകൾ. കന്യാകുമാരിയിൽ കഴിഞ്ഞ തവണ വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അന്നത്തെ ഭൂരിപക്ഷം 1,37,950 വോട്ടുകൾ. മോദി തമിഴ്നാട്ടിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ തമിഴ് ജനതയിൽ ഒരാളാണെന്ന വികാരം ഉണ്ടാവുകയും അത് വോട്ടായി മാറുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട്ടിലെ പര്യടനം ശ്രദ്ധിച്ചാൽ BJPയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച AIADMKയുടെ വോട്ട് ബാങ്കിനെ മോദി ഉന്നം വെച്ചത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനാകും. AIADMKയുടെ തമിഴ്നാട്ടിലെ പരമ്പരാഗത വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുള്ള മോദിയുടെ പ്രസംഗത്തിൽ AIADMKയുടെ എക്കാലത്തെ മികച്ച നേതാക്കളായ MGRനെയും ജയലളിതയെയും വാനോളം മോദി പ്രശംസിച്ചിരുന്നു. തമിഴകത്ത് സാധാരണയായി തിരഞ്ഞെടുപ്പ് കാലത്ത് ജാതി, തമിഴ് വികാരം ഒക്കെ നിർണായക ഘടകമാകാറുണ്ട്. എന്നാൽ മോദി മത്സരിക്കാനെത്തിയാൽ ഇക്കാര്യങ്ങളെല്ലാം അപ്രസക്തമാകുമെന്നും മോദി ഇഫക്റ്റിൽ വോട്ട് ബാങ്കുകൾ നിറയുമെന്നാണ് BJP പ്രാദേശിക നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിലെ വാരണാസി, ഗുജറാത്തിലെ വഡോദര എന്നിവിടങ്ങളിൽ നിന്നാണ് മോദി ജനവിധി നേടിയത്. 2 മണ്ഡലങ്ങളിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മോദി പക്ഷേ വാരണാസിയുടെ ജനപ്രതിനിധിയായാണ് സഭയിലെത്തിയത്. 2019 ഈ വിജയം മോദി ആവർത്തിച്ചു. BJPയുടെ തിരഞ്ഞെടുപ്പ് ഗോതയിലെ സസ്പെൻസ് എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം.